എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ജിക്സൺ സിംഗ് തനോജത്തിനെ സ്വന്തമാക്കാനായി ഇപ്പോൾ 3 ISL ക്ലബ്ബുകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടീം മുംബൈ സിറ്റി FC, അതുപോലെ തന്നെ രണ്ടാമതായുള്ളത് ബംഗളൂരു FC, മൂന്നാമതായുള്ളത് ഈസ്റ്റ് ബംഗാൾ. ഈ 3 ക്ലബ്ബുകളാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാനായി ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് മുംബൈ സിറ്റി FC ആണ്. കാരണം അവരുടെ സൂപ്പർ താരമായ അവരുടെ മധ്യനിരയിൽ അവർക്ക് ഒഴിച്ച് മാറ്റി നിർത്താൻ കഴിയാത്തൊരു താരമായിരുന്നു അപ്പുയ്യ റാൾട്ടെ. അപ്പുയ്യ റാൾട്ടെ ഇപ്പോൾ മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി മികച്ചൊരു ഇന്ത്യൻ മധ്യനിര താരത്തെ തന്നെ അവർക്ക് വേണം. അതുകൊണ്ട് തന്നെ ജിക്സൺ സിംഗ് തനോജത്തെയാണ് അവർ ഇപ്പോൾ നോട്ടമിടുന്നത്. എന്നാൽ മുംബൈക്കും ഈസ്റ്റ് ബംഗാളിനും അതുപോലെ തന്നെ ബംഗളൂരുവിനും ഇരട്ടി പ്രഹരമേൽപ്പിച്ചുകൊണ്ട് വമ്പൻ ട്രാൻസ്ഫർ ഫീയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജിക്സൺ സിംഗിന് വേണ്ടി ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനോടും ബംഗളൂരുവിനോടും മുംബൈ സിറ്റിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ 3 ടീമുകൾക്കും താങ്ങാൻ കഴിയാത്ത ട്രാൻസ്ഫർ ഫീയാണ് ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇതിൽ മുംബൈ സിറ്റി ചിലപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം സിറ്റി ഗ്രൂപ്പിന് കീഴിലുള്ള മുംബൈ സിറ്റി എത്ര പണം വേണമെങ്കിലും വാരി എറിയും. അങ്ങനെ അവർ നിരവധി താരങ്ങളെ സ്വന്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വലിയൊരു ട്രാൻസ്ഫർ ഫീ ആണ് ഇപ്പോൾ ചോദിക്കുന്നത് ജിക്സൺ സിംഗിന് വേണ്ടി. എന്തായാലും അടുത്ത സീസണിൽ ജിക്സൺ ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അദ്ദേഹത്തിന് അവസാനിക്കുകയാണ്. എന്തായാലും താരം തുടരാൻ അടുത്ത സീസണിൽ മുതൽ താല്പര്യമില്ലെങ്കിൽ താരം ഫ്രീ ഏജൻറ്റായി വേറെ ടീമിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ സീസണിന് വേണ്ടി അദ്ദേഹത്തെ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ വമ്പൻ ട്രാൻസ്ഫർ ഫീ തന്നെയാണ് ഇപ്പോൾ മുംബൈയോടും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനോടും ബംഗളൂരുവിനോടും ആവശ്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.